ഇവിടെ നമുക്ക് മക്കൾക്ക് സ്കൂള് അന്നമോൾക്ക് സ്കൂള് 12:30 വരെയും അമ്മൂസിന് 2 o'clock വരെയാണ്. അപ്പോൾ രണ്ടുപേരും വീട്ടിൽ വന്നതിന് ശേഷമാണ് ലഞ്ച് കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ അന്നമോളുടെ സ്കൂളിൽ നിന്ന് നമുക്കൊരു മെനു തന്നിട്ടുണ്ട് അവർ, മൺഡേ ടു ഫ്രൈഡേ എന്തൊക്കെ ഫുഡാണ് കൊടുത്തു വേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആട്ടോ കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലത് നേരത്തെയൊക്കെ ഞാൻ ആദ്യം രാവിലെ എണീക്കുമ്പോഴാണ് ചില ദിവസങ്ങളിൽ ആലോചിക്കുക ഇന്ന് എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് പോവുക എന്നുള്ളത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കിത് ഇങ്ങനൊരു മെനു ഒക്കെ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്ന ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശയ്ക്ക് എന്ത് കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് എന്ത് കറി ഉണ്ടാക്കണം, വെള്ളത്തിലിടാനുള്ളതൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. അങ്ങനെ ഭയങ്കര ഉപകാരമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കടല വേവിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ നാളെ കടലക്കറിയാണ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ വൈകുന്നേരം തന്നെ കടല വേവിച്ച് വയ്ക്കും. അല്ലെങ്കിൽ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ്, അല്ലെങ്കിൽ സാമ്പാറാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വയ്ക്കും. രാവിലെ എണീറ്റ് അത് കടുക് കാച്ചി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. അതുപോലെ തന്നെ ചേട്ടന് ഇന്ന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അരി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോവയ്ക്കാണ് കറി കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ കടലക്കറി ഉണ്ടല്ലോ, അപ്പോൾ കോവയ്ക്ക ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ രാവിലെ ഒരു സവോള അരിഞ്ഞെടുത്തു. അതും പിന്നെ നമ്മളുടെ അരിഞ്ഞ് വെച്ചിരുന്ന കോവയ്ക്കയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ചെറിയ ചൂടിൽ വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വെന്ത് വന്നോളും. ഇനി നമുക്കിത് നമ്മളുടെ ഇടിയപ്പത്തിന് ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി ചെമ്പിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ട് അത് ചൂടാക്കാനായിട്ട് വെച്ചു. നമ്മളുടെ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചിനകത്തിട്ടിട്ട് ഇത് നന്നായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇടിയപ്പമൊക്കെ വെന്ത് കിട്ടുമല്ലോ. നല്ല ഇടിയപ്പമായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇടിയപ്പമായിരുന്നേ. പിന്നെ നമ്മൾ കടലക്കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് വേഗം അരച്ചെടുത്താൽ മതിയല്ലോ. അപ്പം അതിനാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അത് അരച്ച് വെച്ചു. നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങി വെച്ചു. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ട് കടുകും പിന്നെ അതുപോലെ പെരിഞ്ചീരകവും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ഇട്ട് കൊടുത്തു. നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലക്കറി നമുക്ക് സെറ്റായി. പിന്നെ നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ രാവിലെ തന്നെ കാലത്ത് തന്നെ വേഗം കഴിഞ്ഞു കേട്ടോ.